ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പ്ലാസ്മ മെമ്പറിൻ്റെ സ്ട്രക്ചറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്ലാസ്മ മെമ്പറിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ പ്രധാനപ്പെട്ട 3 മോളിക്യൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? അത് ലിപ്പിഡ്സ് ആയിരുന്നു, പ്രോട്ടീൻസ് ആയിരുന്നു, പിന്നെ കാർബോഹൈഡ്രേറ്റ് ആയിരുന്നു. അതിൽ ലിപ്പിഡ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ പ്ലാസ്മ മെമ്പറിൽ പ്രധാനപ്പെട്ട 2 തരത്തിലുള്ള ലിപ്പിഡ്സ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണത്? ഫോസ്ഫോലിപ്പിഡ്സും കൊളസ്ട്രോളും. ഫോസ്ഫോലിപ്പിഡ്സും കൊളസ്ട്രോളും ആണ് പ്ലാസ്മ മെമ്പറിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ലിപ്പിഡ്സ്. ക്ലിയർ അല്ലേ? അതിൽ നമ്മൾ പ്ലാസ്മ മെമ്പർ സ്ട്രക്ചറിൽ ഒരുപാട് ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ സ്ട്രക്ചേഴ്സ് നമ്മൾ കണ്ടിട്ട് ഈ ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റാണ് ലിപ്പിഡ് ബൈലെയറൊക്കെ ഉണ്ടാക്കുന്നത് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇതാണ് ഫോസ്ഫോലിപ്പിഡ്സ്. നമുക്ക് ചിത്രം നോക്കുകയാണെങ്കിൽ ഇതിൽ കാണുന്ന ഈ പിങ്ക് ഹെഡും അതിൻ്റെ ഒരു ഗ്രീനിഷ് ടെയിലുമുള്ള ഈ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ഫോസ്ഫോലിപ്പിഡ്സിൽ. ഇതിൽ കാണുന്ന ഈ യെല്ലോ ടൈപ്പ്, ഈ ഒരുപാട് റിങ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ യെല്ലോ ടൈപ്പ് സ്ട്രക്ചറാണ് ഇതിലുള്ള കൊളസ്ട്രോൾ. അപ്പോൾ ഈ 2 സ്ട്രക്ചേഴ്സാണ് പ്ലാസ്മ മെമ്പറിൽ കാണുന്ന പ്രധാനപ്പെട്ട ലിപ്പിഡ്സ്. ഏതൊക്കെയാണ്? ഫോസ്ഫോലിപ്പിഡ്സും കൊളസ്ട്രോളും. അതിൽ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ ഒരു എൻലാർജ്ഡ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ഒരു ഫോസ്ഫോലിപ്പിഡിൻ്റെ യൂണിറ്റ്. ഒരു ഫോസ്ഫോലിപ്പിഡിൻ്റെ യൂണിറ്റ്. ഒരു ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോണോമറിക് യൂണിറ്റ് എന്തൊക്കെയാണ്? നമുക്കറിയാം, ഒരു ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട 2 യൂണിറ്റ് ഉണ്ടായിരിക്കും. ഒന്നെന്താണ്? ഗ്ലിസറോൾ. രണ്ടെന്താണ്? ഫാറ്റി ആസിഡ്. എന്താണ്? ഗ്ലിസറോൾ ഉണ്ടായിരിക്കും, പിന്നെ എന്തായിരിക്കും? ഫാറ്റി ആസിഡ് ഉണ്ടായിരിക്കും. ഇവിടെ സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് അത് വിട്ടേക്കുക, നിങ്ങൾ ഫാറ്റി ആസിഡ് മാത്രം പുറത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഗ്ലിസറോളും ഫാറ്റി ആസിഡും ചേർന്ന ലിപ്പിഡായി. ആ ലിപ്പിഡിൻ്റെ കൂടെ ഈ ഗ്ലിസറോളും ഫാറ്റി ആസിഡും ചേർന്നുണ്ടാകുന്ന ആ ലിപ്പിഡിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി വന്നാൽ എന്തായത്? അത് ഫോസ്ഫോലിപ്പിഡായി. ക്ലിയർലേ? അപ്പോൾ അത്ര ഉള്ളത് ഫോസ്ഫോലിപ്പിഡ്. അപ്പോൾ ഗ്ലിസറോള്, ഫാറ്റി ആസിഡ് പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണെന്ത്? ഫോസ്ഫോലിപ്പിഡ്. ഓക്കെ, അപ്പോൾ ഈ ഫോസ്ഫോലിപ്പിഡിന് 2 പോർഷൻസ് ഉണ്ട്, പ്രധാനപ്പെട്ട 2 പോർഷൻസ് ഉണ്ട്. ഒന്ന്, ഇതിനൊരു ഹെഡ് ഉണ്ട്, ഇതിനൊരു ഹെഡ് ഉണ്ടായിരിക്കും. ഇതിന് 2 ടെയിൽ ഉണ്ടായിരിക്കും, 2 ടെയിൽ ഉണ്ടായിരിക്കും അല്ലേ? നമുക്ക് ഇവിടെയുള്ള ഈ ചിത്രത്തിലും കാണാൻ പറ്റും, ഇവിടെ ഹെഡ്, 2 ടെയിലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഒരു ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾസിന് ഒരു ഹെഡ് ഉണ്ടായിരിക്കും, ടെയിലും ഉണ്ടായിരിക്കും. ഈ ഹെഡിലാണ് എന്ത് കാണുക? നമ്മളെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ കാണുക. ടെയിൽ എന്താ ഉള്ളത്? ഫാറ്റി ആസിഡ് ആണുള്ളത്. സോ ഹെഡ് ഈസ് മേഡപ്പ് ഓഫ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് ടെയിൽ ഈസ് മേഡപ്പ് ഓഫ് ഫാറ്റി ആസിഡ്. ഹെഡിനെയും ടെയിലിനെയും കണക്ട് ചെയ്യുന്ന സാധനമാണ് എന്ത്? ഗ്ലിസറോൾ മോളിക്യൂൾസ്. ക്ലിയർ? അപ്പോൾ ഗ്ലിസറോൾ ഒരു ബ്രിഡ്ജിങ് മോളിക്യൂളാണ്, ഒരു ബ്രിഡ്ജാണ്. എന്തിനെ കണക്ട് ചെയ്യുന്ന? ഫോസ്ഫേറ്റ് ഹെഡിനെയും അതുപോലെ തന്നെ ടെയിലായിട്ടുള്ള ഫാറ്റി ആസിഡിനെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് എന്ത്? ഗ്ലിസറോള്. ക്ലിയർലേ? അതുപോലെ തന്നെ ഈ ഹെഡ് സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹെഡ് സ്ട്രക്ചർ എന്തായിരിക്കും? ഇതൊരു ഹൈഡ്രോഫിലിക് ആയിരിക്കും. ഇവിടെ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഹെഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? ഒരു ഹൈഡ്രോഫിലിക് ഹെഡ് ആയിരിക്കും. ഇതിന് ടെയിൽ ഉണ്ടല്ലോ, ടെയിൽ, ഇത് ഫാറ്റി ആസിഡാണ് അല്ലേ? ടെയിൽ എന്താണ്? ഫാറ്റി ആസിഡാണ്, കൊഴുപ്പാണ് അല്ലേ? അതുകൊണ്ട് അതെന്താണ്? അത് ഹൈഡ്രോഫോബിക് ടെയിലാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഫോസ്ഫോലിപ്പിഡിൻ്റെ ഹെഡ് എന്താണ്? അത് ഹൈഡ്രോഫിലിക് ഹെഡാണ്. ഫോസ്ഫോലിപ്പിഡിൻ്റെ ടെയിൽ എന്താണ്? അത് ഹൈഡ്രോഫോബിക് ടെയിലാണ്. ഈ ഹൈഡ്രോഫിലിക് ഹെഡാവുള്ള കാരണം അവിടെ എന്തുള്ളതുകൊണ്ടാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഫോസ്ഫേറ്റ് ഗ്രൂപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് അത് ഹൈഡ്രോഫിലിക് ഹെഡായി മാറിയത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മളെ ഈ ലിപ്പിഡിൻ്റെ ബൈലെയർ കണ്ടപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മളെ ഈ ഭാഗം നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിൽക്കുന്ന ഭാഗം. എക്സ്ട്രാ സെല്ലുലാർ, ഇത് നമ്മൾ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് നിൽക്കുന്ന ഭാഗമാണ്. ക്ലിയർലേ? ഇത് രണ്ടും എന്താണ്? വാട്ടറി ആയിട്ടുള്ള ലിക്വിഡാണ്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്താണ്? വാട്ടറി ആണ്. ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്താണ്? വാട്ടറി ആണ്. ക്ലിയർലേ? അപ്പോൾ നമുക്കറിയാം ലിപ്പിഡ് എന്താ? ഒരു ബൈലെയറാണ്. ലിപ്പിഡ് എന്ന ഒരു ബൈലെയറാണ്. എന്തിൻ്റെ ബൈലെയർ? ഫോസ്ഫോലിപ്പിഡിൻ്റെ ഒരു ബൈലെയറാണ് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഈ ബൈലെയറിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നതും അതുപോലെ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നതും എന്താണ്? നമ്മുടെ ഫോസ്ഫോലിപ്പിഡിൻ്റെ ഹെഡാണ്. കാരണം എന്താ? കാരണം എക്സ്ട്രാ സെല്ലുലാർ ഫേസിൽ എന്താ ഉള്ളത്? അതൊരു വാട്ടറി ഫ്ലൂയിഡാണ്. ഇൻട്രാ സെല്ലുലാർ സ്പേസിൽ എന്താ ഉള്ളത്? അതും വാട്ടറി ഫ്ലൂയിഡാണ് അല്ലേ? സൈറ്റോസോൾ എന്താണ്? വാട്ടറി ഫ്ലൂയിഡാണ് അല്ലേ? വാട്ടർ തന്നെയാണ് അവിടുത്തെ ചീഫ് കമ്പോണൻറ്റ്. അതുകൊണ്ട് വാട്ടറിനെറ്റ് അഫിനിറ്റി ഉള്ള ആരാണ്? ഹൈഡ്രോഫിലിക് ആണോ ഹൈഡ്രോഫോബിക് ആണോ? ഹൈഡ്രോഫിലിക്കിനാണ് വാട്ടറിനെറ്റ് അഫിനിറ്റി ഉള്ളത്. അതുകൊണ്ട് വാട്ടറുള്ള ഭാഗത്തിലേക്ക് ആരാണ് ഫേസ് ചെയ്തിരിക്കുക? നമ്മളെ ഫോസ്ഫോലിപ്പിഡിൻ്റെ ആര് ഫേസ് ചെയ്തിരിക്കും? ഇപ്പോൾ ഹെഡ് എന്ന് വെച്ചാൽ ഹൈഡ്രോഫിലിക് ഹെഡ് അതെന്ത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? വാട്ടറിന് ഇഷ്ടപ്പെടാത്ത ആളാണത് ഫാറ്റി ആസിഡ് അല്ലേ? വാട്ടറിന് ഇഷ്ടപ്പെടാത്ത ആളാണത് ഫാറ്റി ആസിഡ്. ഹൈഡ്രോഫോബിക് ആണ് അല്ലേ? അതുകൊണ്ട് അവർ വാട്ടർ ഇല്ലാത്ത ഭാഗം അതാണെന്ത് അവർ രണ്ടും പരസ്പരം ഇങ്ങോട്ട് സെൻറ്ററിലോട്ട് വന്ന് നിൽക്കും അല്ലേ? വാട്ടറായിട്ടുള്ള കോണ്ടാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ
ഈ ലെയറിൻ്റെയും ഈ ടോപ്പിൽ കാണുന്ന ഈ ലെയറിൻ്റെയും താഴെ കാണുന്ന ഈ ലെയറിൻ്റെയും ബൈ ലെയറായില്ലേ, ആ രണ്ട് ലെയറിൻ്റെയും ടെയിൽ എന്ത് ചെയ്യും, പരസ്പരം ഫേസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ടെയിൽ എന്ത് ചെയ്യുന്നു, വാട്ടറിനായിട്ടുള്ള അഫിനിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാട്ടറിനായിട്ടുള്ള കോൺടാക്റ്റ് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും, പരസ്പരം എന്ത് ചെയ്യും, സെൻറ്ററിൽ വെച്ച് എന്ത് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്നു. വാട്ടറിനായിട്ട് ഫേസ് ചെയ്യുന്ന റീജിയൻ ഏതാണ്, എക്സ്ട്രാ സെല്ലുലാർ റീജിയനും വാട്ടറിനായിട്ട് ഫേസ് ചെയ്യണം, ഇൻട്രാ സെല്ലുലാർ റീജിയനും നമ്മൾ വാട്ടറിനെ ഫേസ് ചെയ്യണം അല്ലേ. ആ വാട്ടറിനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് നമ്മുടെ ഫോസ്ഫോലിപ്പിഡിൻ്റെ ആരാ ഉണ്ടാവുക, അതിൻ്റെ ഹൈഡ്രോഫിലിക് ഹെഡാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് ഈ സ്ലൈഡിൽ നമുക്ക് നോക്കാനുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ടാവുക, ഇവിടെയാണ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ടാവുക. രണ്ട് ഭാഗത്തും ആ ഫ്ലൂയിഡിനെ ഫേസ് ചെയ്യുന്നത് ഫോസ്ഫോലിപ്പിഡിൻ്റെ ഹൈഡ്രോഫിലിക് ഹെഡായിരിക്കും. ക്ലിയർ അല്ലേ? ഈ സെൻറ്റർ പോർഷനാണ് എന്തുണ്ടാവുക, അതിൻ്റെ ടെയിൽ റീജിയൻസ് ഉണ്ടാവുക. കാരണം ടെയിൽ റീജിയൻ എന്താണ്, ഫാറ്റി ആസിഡാണ്, അത് ഹൈഡ്രോഫോബിക് ആണ്, അതുകൊണ്ട് അത് വാട്ടറിനായിട്ടുള്ള കോൺടാക്റ്റ് എന്ത് ചെയ്യും, കുറയ്ക്കും. അത് വാട്ടറിനായിട്ടുള്ള അഫിനിറ്റി ഇല്ലാണ്ടിരിക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് സെൻറ്ററിലോട്ട് വരുന്നത്, വാട്ടർ ഇല്ലാത്ത ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ലിപ്പിഡിൻ്റെ ബൈലെയർ. ഓക്കെ. സോ അതിനെന്തുണ്ട്, ഒരു പോളറായിട്ടുള്ള ഹെഡ് പോർഷൻ ഉണ്ടായിരിക്കും, പോളർ ഹെഡ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ നോൺ പോളറായിട്ടുള്ള ഒരു ടെയിൽ ഉണ്ടായിരിക്കും. പിന്നെ 2 ലേയേഴ്സിൽ ഫോസ്ഫോലിപ്പിഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഹൈഡ്രോഫോബിക് ടെയിൽ എവിടെ എന്ത് ചെയ്യും, സെൻറ്ററിൽ മീറ്റ് ചെയ്തിരിക്കും. ക്ലിയർലേ? അതുപോലെ തന്നെ ഇതൊക്കെ ഫോസ്ഫോലിപ്പിഡ്സിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫോസ്ഫോലിപ്പിഡ്സ് ചില എക്സാമ്പിൾസ് നമുക്കറിയാം. ഫോസ്ഫാറ്റിഡിൽ കൊളൈൻ, ഫോസ്ഫാറ്റിഡിൽ സെറൈൻ, ഫോസ്ഫാറ്റിൽ ഇനിസിറ്റോൾ, ഇതൊക്കെയുള്ള എക്സാമ്പിൾസ് ആണ്. എന്താണെന്ന് ചോദിച്ചാലും ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അതിൻ്റെ കൂടെ ഇവിടെ ഒരു സെറൈൻ മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു അമിനോ ആസിഡാണ് സെറൈനൊക്കെ. അപ്പോൾ ഒരു സെറൈൻ മോളിക്യൂൾസ് കൂടി അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ, ഫോസ്ഫാറ്റിഡിൽ സെറൈൻ എന്നാണ് വിളിക്കുക. അപ്പോൾ നോർമലി ഉള്ളൊരു ലിപ്പിഡ് അതിലെന്തൊക്കെ ഉണ്ടായിരിക്കും, നോർമലി ഉള്ളൊരു ഫോസ്ഫോലിപ്പിഡ് അതിലെന്തൊക്കെ ഉണ്ടായിരിക്കും, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഗ്ലിസറോൾ ഉണ്ടായിരിക്കും, ഫാറ്റി ആസിഡ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ ഒരു സെറൈനും കൂടി മുതൽ എന്തായി മാറി, അത് ഫോസ്ഫാറ്റിഡിൽ സെറൈനായിട്ട് മാറി. അതിൻ്റെ കൂടെ വേറൊരു കൊളൈൻ വന്നാൽ എന്തായി മാറി, ഫോസ്ഫാറ്റിഡിൽ കൊളൈനായിട്ട് മാറി. അതിൻ്റെ കൂടെ ഒരു ഇനിസിറ്റോൾ വന്നാൽ എന്തായി, അത് ഫോസ്ഫാറ്റിഡിൽ ഇനിസിറ്റോളായി മാറി. ഇതാണ് വ്യത്യാസം. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്. എന്തൊക്കെയാണത്, ഫോസ്ഫാറ്റിഡിൽ കൊളൈൻ ഉണ്ട്, ഫോസ്ഫാറ്റിഡിൽ സെറൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഫോസ്ഫാറ്റിൽ ഇനോസിറ്റോളൊക്കെ ഉണ്ട് എന്നുള്ളത്. അത് എന്തിൻ്റെ ബേസിലാണ്, ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള മറ്റ് കെമിക്കൽസിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ അതിനെ തരംതിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് കൊളസ്ട്രോളാണ്. കൊളസ്ട്രോൾ നമ്മൾ കണ്ടു, ഇടയിലുള്ള മഞ്ഞ സ്ട്രക്ചർ നമ്മൾ കണ്ട കൊളസ്ട്രോൾ അല്ലേ. ഇതിലുള്ള മഞ്ഞ സ്ട്രക്ചറാണിത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഈ കൊളസ്ട്രോൾ എന്ത് വെച്ച് ഈ ലിപ്പിഡ്സിൻ്റെ പാക്കിങ്ങിന് സഹായിക്കുന്നു. ഈ ഫോസ്ഫോലിപ്പിഡ്സ് നമുക്കറിയാം, ഫോസ്ഫോലിപ്പിഡ്സ് എന്താണ്, നമ്മൾ ലിക്വിഡ് നമ്മുടെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഇതൊരു ഫ്ലൂയിഡാണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ ഫോസ്ഫോലിപ്പിഡ്സ് ഫ്രീ ആയിട്ട് ഇതിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ, ഒരു അതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും, മനസ്സിലുണ്ടോ. അപ്പോൾ ആ ഫ്ലോ കുറയ്ക്കുന്നത് ആരാണ്, ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് ഈ ഫോസ്ഫോലിപ്പിഡിന് വല്ലാണ്ട് അങ്ങോട്ട് ഫ്രീ ആയിട്ട് ഇതിലൂടെ മൂവ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ എന്താ പറഞ്ഞത്? ഇവിടെ ഒരുപാട് ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്. ഇത് നമുക്കറിയാം, ഇത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ ഈ ലിപ്പിഡ് എന്ന സാധനം എന്താണ്, ഫ്ലൂയിഡ് ആണല്ലോ, അതുകൊണ്ട് ഇത് നല്ലതായിട്ട് മൂവ് ചെയ്യുമല്ലോ. ഈ സാധനം നന്നായിട്ട് മൂവ് ചെയ്യും, ഈ ഫോസ്ഫോലിപ്പിഡ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. ആ മൂവ്മെൻറ്റ് കുറയ്ക്കുന്ന സാധനമാണെന്ത്, ഈ ഇടയിൽ കയറി വരുന്ന കൊളസ്ട്രോൾ. അതുകൊണ്ട് വല്ലാണ്ട് മൂവ് ചെയ്യാൻ സമ്മതിക്കില്ല. കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് വല്ലാണ്ട് മൂവ് ചെയ്യാൻ പറ്റൂല ആർക്ക്, ഫോസ്ഫോലിപ്പിഡ്സിന്. അതുകൊണ്ട് ലിപ്പിഡ് ലെയറിനെ പാക്ക് ചെയ്യുന്നത്, വല്ലാണ്ട് മൂവ് ചെയ്യാതെ ലൂസാക്കാതെ കുറച്ച് ടൈറ്റാക്കി വെക്കുന്നത്, പാക്ക് ചെയ്യുന്ന ആരാണ്, കൊളസ്ട്രോളാണ്. അത് ഓർത്ത് വെക്കുക. അതാണ് കൊളസ്ട്രോളിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ. നമ്മൾ ലിപ്പിഡ് ലെയറിൻ്റെ മൊത്തം ഫംഗ്ഷൻ എടുക്കാൻ നമുക്കറിയാം. ലിപ്പിഡ് ലെയർ എന്ന് പറയുമ്പോൾ ലിപ്പിഡ് കൊഴുപ്പാണല്ലേ. മാത്രമല്ല ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള സാധനമാണ് ലിപ്പിഡ് ബൈലെയർ അല്ലേ. ലിപ്പിഡ് ലെയർ എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രോഫോബിക് സ്ട്രക്ചറാണ്. അതുകൊണ്ട് നമുക്കൊരു സാധനം നമുക്കറിയാം, ഒരു സെല്ലിൻ്റെ പുറത്തുനിന്ന് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറി വരണമെങ്കിലോ സെല്ലിൻ്റെ ഉള്ളിലുള്ള സാധനം സെല്ലിൻ്റെ പുറത്തോട്ട് പോകണമെങ്കിലോ എന്തിനെ ക്രോസ് ചെയ്യണം, ഈ ലിപ്പിഡ്സിനെ ക്രോസ് ചെയ്യണം. ഈ ലിപ്പിഡ് ബൈലെയറിനെ, പ്ലാസ്മ മെംബ്രെയിനെ ക്രോസ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു സെമി പെർമിയബിൾ മെംബ്രെയിനാണ്. എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ, പെർമിയബിൾ എന്ന് പറഞ്ഞാൽ അനുവദിക്കുക എന്നുള്ളതാണ്. സെമി പറഞ്ഞാൽ പകുതി എന്ന് വെച്ചാൽ ചില ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അനുവദിക്കുള്ളൂ. അതുകൊണ്ട് എന്ത് പേര്, സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ചില ആൾക്കാരെ മാത്രമേ എന്തുള്ളൂ, അനുവദിക്കുള്ളൂ. അതുകൊണ്ടാണ് എന്ത് പേര്, സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ. അപ്പോൾ ഈ ലിപ്പിഡ് ബൈലെയർ ആരെ മാത്രമേ കടത്തിവിടുള്ളൂ, ലിപ്പിഡ് ബൈലെയറിലെ ലിപ്പിഡിൻ്റെ ഇടയിൽ കൂടി ആരെ മാത്രമേ കടത്തിവിടുള്ളൂ, ഫാറ്റി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, നോൺ പോളാർ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കടത്തിവിടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ കടത്തിവിടുള്ളൂ. ശ്രദ്ധിക്കുക. ഓക്കെ. എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഇതാണ് നമ്മൾ
ലിപ്പിഡ് ബൈലെയർ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ ലിപ്പിഡ് ബൈലെയറിൻ്റെ ഇടയിൽ കൂടി ഒരാൾക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ മനസ്സിലായോ, ഈ ലിപ്പിഡ് ലെയറിൻ്റെ ഉള്ളിലൂടെ ഒരാൾക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ടെങ്കിൽ അതായിരിക്കണം ഫാറ്റ് സോലുബിൾ അല്ലെങ്കിൽ നോൺ പോളാർ, ഫാറ്റ് സോലുബിൾ നോൺ പോളാർ അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക്, ഇതൊക്കെ ഒരേ അർത്ഥമാണ്. ഫാറ്റ് സോലുബിൾ നോൺ പോളാർ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ ലിപ്പിഡിൻ്റെ ഇടയിൽ കൂടി വരാൻ പറ്റുള്ളൂ. ഇനി പോളാർ ആയിട്ടുള്ള ആൾക്കാരുണ്ടോ, പോളാർ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് ഈ പ്ലാസ്മ മെംബ്രെയിൻ ക്രോസ് ഉണ്ടെങ്കിൽ അത് ഈ പ്രോട്ടീൻസിൻ്റെ ഇടയിൽ കൂടി വരേണ്ടി വരും, പ്രോട്ടീൻ്റെ ഇടയിൽ കൂടി. ക്ലിയർ അല്ലേ. അപ്പോൾ നോൺ പോളാർ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ആൾക്കാരെ കടത്തിവിടുന്നത് അല്ലെങ്കിൽ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള കടത്തിവിടുന്നത് ആരാണ്, ഇതിലെ ലിപ്പിഡ്, ഈ ലിപ്പിഡ് മോളിക്യൂൾസിൻ്റെ ഇടയിലൂടെ ആയിരിക്കും. ക്ലിയർ അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. അതാണെന്ത് നമ്മൾ ഈ പറഞ്ഞ ലിപ്പിഡ്സിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ക്ലിയർ അല്ലേ. ഓക്കെ. അപ്പോൾ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള കെമിക്കൽസിന് എക്സാമ്പിൾ ഗ്ലൂക്കോസ്, യൂറിയ ഒക്കെ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ലിപ്പിഡിൻ്റെ ഇടയിൽ കൂടി വരാൻ പറ്റില്ല. അവർക്ക് എന്തിൻ്റെ ഇടയിൽ കൂടി വരാൻ പറ്റുക, ഇത്തരത്തിലുള്ള പ്രോട്ടീൻസാണ് അവരെന്തിന് പുറത്തുനിന്ന് ഉള്ളിലേക്ക് കടത്തി വിടുന്നത്, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടത്തി വിടുന്നതൊക്കെ പ്രോട്ടീൻസാണ്. സോ ഇത്രയാണ് എന്ത് നമ്മുടെ ലിപ്പിഡ്സിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഓക്കെ.